പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പട്ടാള കഥകൾ എന്ന കള്ളിയിൽ നിരത്തിയാണെങ്കിലും കോവിലൻ എന്ന് പറയുന്ന ആളിന് മലയാള എഴുത്തുകാർക്കിടെ വലിയ സ്ഥാനമുണ്ട്. പക്ഷേ പട്ടാള കഥകൾക്കപ്പുറം കടന്നുപോയ ഒരു ജീനിയസ് തന്നെയായിരുന്നു കോവിലൻ. അദ്ദേഹം മരിച്ചുപോയിട്ട് ഇന്ന് 14 കൊല്ലം തികയുന്നു. മാജിക്കൽ റിയലിസ്റ്റിൻ്റെ മാസ്മരികതയിൽ മലയാളിയെ ഉയർത്തിയ എഴുത്തുകാരനായിരുന്നു കോവിലൻ. പട്ടാളത്തിൽ ജീവിച്ച കാലത്ത്, പ്രത്യേകിച്ച് നേവിയിൽ, നാവികസേനയിൽ ജീവിച്ച കാലത്തെ തീവ്ര അനുഭവങ്ങളാണ് കോവിലൻ എന്ന എഴുത്തുകാരനെ മാറ്റിമറിച്ചതും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തീപ്പൊള്ളലുള്ള അനുഭവങ്ങളെല്ലാം സർഗസാധനയിലൂടെ പുറത്തു വന്നതും. ആസ്വാദക ഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് തട്ടകം പോലെയുള്ള ഒരുപാട് നോവലുകൾ വായിച്ച ഒരുപാട് വായനക്കാർക്ക് കോവിലിൽ നിന്നും വലിയ എഴുത്തുകാരനായി നിലനിൽക്കുന്നു. നാട്ടുവഴക്കങ്ങളും മിത്തുകളും ഇടചേർന്ന ഗ്രാമ്യഭാഷയുടെ ചൂടും ചൂരുമുള്ള കഥകളും നോവലുകളുമായിരുന്നു കോവിലൻ എന്ന എഴുത്തുകാരന്റെ സവിശേഷത. മലയാള സാഹിത്യത്തിലെ റിയലിസ്റ്റിക് എഴുത്തിന് അത് പുതിയൊരു ശൈലി നൽകി. ജന്മനാടായ കണ്ടാണശ്ശേരിയുടെ പശ്ചാത്തലത്തിലെഴുതിയ തട്ടകവും തോറ്റങ്ങളും മലയാളത്തിൽ മാജിക്കൽ റിയലിസത്തിന്റെ ആഖ്യാന വഴി തുറന്നു. തൃശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്ത കണ്ടാണശ്ശേരിയിൽ ജനിച്ച വി അയ്യപ്പനാണ് കോവിലൻ എന്ന തൂലികാനാമത്തിൽ എഴുതി തുടങ്ങിയത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ക്ലാസ് ബഹിഷ്കരിച്ച കോവിലൻ അച്ചടക്ക ലംഘനത്തിന് പുറത്താക്കപ്പെട്ടു. 19-ാം വയസ്സിൽ എഴുതിയ തകർന്ന ഹൃദയങ്ങളായിരുന്നു ആദ്യ കൃതി. റോയൽ നേവിയിൽ തൊഴിലെടുത്ത ശേഷം പിന്നീട് കരസേനയിൽ റേഡിയോ ഓപ്പറേറ്ററായി. പിൽക്കാലത്തെഴുതിയ സൈനിക കഥകളുടെ ഇന്ധനം ലഭിച്ചത് പട്ടാള ജീവിതകാലത്തെ അനുഭവങ്ങളിൽ നിന്നായിരുന്നു. നാട്ടുജീവിതം നിറയുന്ന കഥകളിലൂടെയും തീവ്രാനുഭവ ആവിഷ്കാരങ്ങളിലൂടെയും ഗോത്രഭാവങ്ങളുടെ സങ്കലനങ്ങളിലൂടെയും കരുത്താർജിച്ച കൃതികളായിരുന്നു കോവിലന്റേത്. 10 ചെറുകഥാസമാഹാരങ്ങളും 12 നോവലുകളും 1 നാടകവും 3 ലേഖന സമാഹാരങ്ങളും ആ തൂലികയിൽ പിറന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ നേടി. എഴുത്തിന്റെ ഒറ്റയടിപ്പാതകളിലൂടെ നടന്ന കോവിലിനെ നയിച്ചത് മണ്ണും മനുഷ്യനുമായുള്ള ബന്ധമായിരുന്നു. വേർപാടിന്റെ 14-ാം വർഷത്തിൽ കോവിലിന് 24-ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. കോവിലൻ എന്ന വ്യക്തിപ്രഭാവത്തെ ഒരിക്കലും അടുത്ത് സംസാരിക്കാനൊക്കെ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് മലയാള മനോരമയുടെ സൺഡേ എഡിഷനിൽ ഒരു ഫുൾ പേജ് ലേഖനം ഒരിക്കലും എഴുതുന്നത്. അത് പ്രമാണിച്ചാണ് ഞാൻ കോവിലിനെ കാണാനെത്തിയത്. ശരിക്കും കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഇത്രയും എല്ലുറപ്പുള്ള ഒരു എഴുത്തുകാരനെ കാണാൻ വിഷമമാണ്. ചുട്ടുപൊള്ളുന്ന സാഹിത്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ അടുത്തറിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കനൽ പൊള്ളുന്ന ജീവിതം അദ്ദേഹം അതേ സ്പിരിറ്റിലാണ് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്.